നിങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മടി മാറ്റാൻ എന്ത് ചെയ്യണം? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മടി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നും എന്തിൻ്റെയൊക്കെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണോ മടി ഉണ്ടാകുന്നത് എന്നുള്ളതും. ഇപ്പം മടി മാറ്റാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമായിട്ടോ പറയണത്. ഇപ്പം നമ്മുടെ ലൈഫിൽ പൊതുവേ 10th എത്തിയപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ ഡാൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാം, വയലിൻ പഠിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാം, ഇവരൊക്കെ അതൊക്കെ നിർത്തിയിട്ട് അവരെടുത്ത് പഠിക്കുക എന്നുള്ളത് 10th ആണ്, 10th നന്നായിട്ട് പഠിക്കുക എന്നുള്ള രീതിയിൽ മാത്രം മാറ്റി നിർത്തുന്നത്. നമ്മുടെ ലൈഫിലുണ്ടല്ലോ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു മാറ്റം നമുക്ക് അത്യാവശ്യമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് അറിയോ? നമുക്ക് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവണം. ഒന്നിക്ക് പഠിക്കുന്ന മക്കളിൽ ഡാൻസിങ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കട്ടെ, എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആക്ടിവിറ്റി അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നത് അവരെ ഒരുപാട് ഒരു ബ്രെയിനിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അവരിൽ മടി കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് ഫോഴ്സ്ഫുള്ളി ചെയ്യണമെന്ന് പറയും, കാരണം നമ്മൾ കമ്പൽ ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമല്ല, ഇത് ഭയങ്കര ഇൻട്രസ്റ്റിങ്ങോട് കൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് അവരുടെ ലൈഫിൽ മടി മാറ്റാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എത്ര പേര് ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ഇതുപോലത്തെ പഠനങ്ങളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടോ? അവരോടൊക്കെ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, കുഞ്ഞുങ്ങൾക്ക് അതിനൊക്കെ ഉള്ള ഒരു ടൈം കൊടുക്കുക. ആ ഒരു ടൈം അവർ റിലാക്സ് ചെയ്യട്ടെ, അവരുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ അവർ ചെയ്യട്ടെ. അത് അവരെ ഒരുപാട് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനും അവരുടെ മടി മാറ്റി നിർത്താനും സഹായിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് അവർക്കുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിപ്പ് എന്ന് പറഞ്ഞിട്ടും അതുപോലെ ഒരുപാട് ഫാമിലി കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉറങ്ങാൻ ലേറ്റ് ആവുക, അതേപോലെ വേഗം തന്നെ എഴുന്നേറ്റ് സ്കൂളിലൊക്കെ പോകേണ്ട ഒരു സിറ്റുവേഷനിൽ കുറച്ച് ടൈം മാത്രം അവർ ഉറങ്ങുക എന്നുള്ളതും അവരുടെ മടി കൂട്ടാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൂടെ തന്നെ ചെയ്യാൻ അവരെയും കൂടെ പ്രാപ്തരാക്കുക എന്നുള്ളത് വളരെ. ചില ആൾക്കാർക്ക് ഗാർഡനിങ് ഒക്കെ ആയിരിക്കും, ചില കുഞ്ഞുങ്ങളെ നമ്മൾ അതിലേക്ക് നമ്മുടെ കൂടെ ചേർക്കുമ്പോൾ അവർക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴും കുഞ്ഞുങ്ങളുടെ മടി മാറ്റാൻ വേണ്ടി സഹായിക്കും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഈ ഫോണ് ഈ വക കാര്യങ്ങൾ കൊടുത്ത് അവർക്ക് എൻ്റർടൈൻമെൻറ്റ് അത് വേണമെന്ന് വാശി പിടിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഫോൺ എന്ന് പറയുന്നത് തീരെ വേണ്ടാന്ന് പറയുന്നില്ല, ഒരു ഹാഫ് ആൻ അവർ ഒക്കെ അവർക്ക് കൊടുക്കാം. അത് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ കാണത്തൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാതെ അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയാൻ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒന്നിക്ക് ഫിഷ് മേടിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്താ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ചില പപ്പിക്കുട്ടികളൊക്കെ ആയിരിക്കാം, എന്തായിക്കോട്ടെ അത് അവർക്ക് കൊടുക്കാനും അവരുടെ ഒരു കുറച്ചും കൂടി ഒരു എൻഗേജ്ഡ് ആവാൻ, അവരുടെ ഫ്രീ ടൈം കുറച്ചും കൂടി ഒന്ന് എൻഗേജ് ആവാൻ അവർക്കുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാക്കി കൊടുക്കുക. അതും അവരുടെ ലൈഫിലെ മടി മാറ്റാൻ വേണ്ടി സഹായിക്കും കേട്ടോ. ഈ ഫോൺ എഡിഷനൊക്കെയാണ് കൂടുതലും കുഞ്ഞുങ്ങളിപ്പോൾ മടി ഭയങ്കരമായിട്ട് ഒരു ഭാഗത്തിരുന്ന് ഗെയിമോ കാര്യം അങ്ങനെ ഒരു രീതിയിലേക്ക് എത്തുമ്പോഴാണ് ആ ഒരു മടി കൂടുതലാവുന്നത്. അപ്പം അവർ ചിന്തിക്കുന്ന പോലെ ബ്യൂട്ടിഫുൾ ആക്കാൻ അവരുടെ ലൈഫിലേക്ക് ഒരുപാട് സന്തോഷങ്ങളും എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുവരുമ്പോൾ അവരുടെ ലൈഫിൽ എപ്പോഴും പഠിത്തം എന്ന് മാത്രമല്ല, അതിലുപരി അവരുടെ ലൈഫിൽ അവരുടെ ഇഷ്ടങ്ങളും അവരുടെ ഇൻട്രസ്റ്റുകൾക്കും ഒരു സമയവും നിങ്ങൾ ആ ഒരു ഭാഗം അവരുടെ ആ ഒരു ഭാഗം കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്ന് തുടങ്ങുമ്പം അവരൊരിക്കലും മടി കാണിച്ചിരിക്കില്ല. അവരുടെ ലൈഫിലേക്ക് സ്റ്റഡി എന്ന് പറയുന്ന കാര്യത്തിലും ഒരു ഇമ്പോർട്ടൻസ് ഒരു കൊണ്ടുവരാൻ തുടങ്ങും. എപ്പോഴും പഠിത്തം എന്ന് പറയാതെ അവരുടെ ലൈഫിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക.